എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കാറ് കഴുകൽ മഹാമഹാണ് കേട്ടോ. അപ്പോൾ ഒരാളൊക്കെ കഴുകി തുടപ്പിച്ച് ഒക്കെ അകത്താക്കി രണ്ടാമത്തെ ആളെ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി പറ്റണമെങ്കിൽ കുറച്ച് പണിയാണ്, എനിക്ക് എത്തില്ല. അപ്പം ഞാൻ എന്താ പറയുക, ലാഡറൊക്കെ എടുത്തിട്ടാണ് ഇത് കഴുകാൻ നോക്കുന്നത്. മകൻ കഴുകാൻ എണീറ്റിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാം നീളാങ്കോലിയാണ്, ഭയങ്കര നീളമാണ്. ഒന്നും എത്താൻ പറ്റുന്നില്ല മുകളിലേക്ക്. നീളമല്ല, ഉയരം. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കഴുകി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാഡറൊക്കെ എടുത്ത് വെച്ച് കഴുകുകയാണ്. ശരിക്കും ഇതൊരു വല്ലാത്ത പണിയാണ് കേട്ടോ. പുരുഷന്മാർക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. നമുക്ക് വീട്ടിലെ ജോലിയും ഇതെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ മുകളിലേക്ക് എത്തേണ്ട പണിയാണ്. എങ്കിലും കഴുകിയല്ലേ പറ്റൂ. എപ്പോഴും നമുക്ക് കാർ വാഷിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വാഷ് ചെയ്യാണ്. പിശുക്ക് പിശുക്കാൻ ശരിയാവില്ലല്ലോ, റിട്ടയർ ചെയ്യുന്നില്ലേ. അപ്പോൾ കുറച്ച് പിശുക്കൊക്കെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ ഇരുന്നാലേ ചെറുത്താൻ കയറിക്കൂടും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും മനസ്സിന് സുഖമാണ്. നല്ല വെയിലും ഉണ്ട് കേട്ടോ, വെയിലുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് തണൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകാനൊക്കെ നോക്കുന്നത്. ഏകദേശം 1:30 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു കാറ് കഴുകി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്ന് വീഡിയോ എടുക്കാം. എന്തെങ്കിലും കണ്ടൻ്റ് എന്നൊക്കെ കുറവാണ്, കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യമാണിപ്പോൾ. അപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സ്പീഡിൽ കണ്ടു നോക്കുക. ഇനി ആ സ്പീഡ് കൂട്ടാണ് കേട്ടോ. ഓക്കെ. കഴുകൽ കഴിയുമ്പോഴത്തേക്ക് ദാഹിച്ച് വലഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചൂടിന് ഏറ്റവും നല്ലത് സംഭാരമാണല്ലേ, മോരും വെള്ളം. അപ്പോൾ നല്ല മോരും വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇനി ഇതിനെ ഒന്ന് തോർത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അപ്പോൾ കുളിപ്പിക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, തോർത്തിക്കൽ കഴിഞ്ഞിട്ടില്ല. ഇനി തോർത്തിച്ച് അകത്ത് കയറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ തുടയ്ക്കുമ്പോഴേ ഈ ഡോറൊക്കെ ഒന്ന് തുറന്ന് തുടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ തുരുമ്പ് വരും. എൻ്റെ പഴയ വണ്ടികളൊന്നും തന്നെ ഡോറിൻ്റെ ഉള്ളിലൊന്നും തുരുമ്പ് വന്നിട്ടില്ല. കാരണം ഞാൻ തന്നെയാണ് അധികവും കഴുകി തുടയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം സൈഡിലൊക്കെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്നതുകൊണ്ട് ഒട്ടും തുരുമ്പൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പഴയ വണ്ടിയുണ്ട്, ലിനിയ, അത് കൊടുക്കാൻ വെച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ എന്താ പറയുക, ഞാൻ മാത്രം ഓടിച്ച വണ്ടിയാണ്, കണ്ടീഷനായിട്ട് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ. തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ തുരുമ്പ് വരുമല്ലോ. ഇനി നമ്മളിവനെ അകത്ത് കയറ്റാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് കണ്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ അത്ര എക്സ്പേർട്ട് ഡ്രൈവറൊന്നുമല്ല. 10-20 വർഷമായി വണ്ടി കൊണ്ട് നടക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞാനൊരു എക്സ്പേർട്ടല്ല. കാരണം സ്ത്രീകളുടെ ബ്രെയിനിൽ ഇത് കുറച്ച് കുറവായിരിക്കുമല്ലോ. പുരുഷന്മാരുടെ ബ്രെയിനിലത്ത നമുക്ക് ആ ഒരു സ്കില്ലുണ്ടാവില്ല സ്ത്രീകളുടെ ബ്രെയിനിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഞാൻ ഒപ്പിക്കും. അപ്പോൾ ഞാൻ റിവേഴ്സ് എടുക്കുന്നതൊക്കെ കണ്ട് ആരും ചിരിക്കല്ലേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കുറച്ച് ചിരിച്ചോ. നിങ്ങൾക്ക് ഞായറാഴ്ച ചിരിച്ചിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. അപ്പോൾ ഞാൻ റിവേഴ്സൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾ ചിരിക്കും. പോർച്ചിൽ മറ്റേ വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് എനിക്ക് തിരിച്ചിടാൻ. അപ്പോൾ നിങ്ങൾ ചിരിച്ചോട്ടോ. അപ്പോൾ ഇത് എൻ്റെ സ്പീഡല്ല കേട്ടോ, ഇത് വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. ഇത്ര സ്പീഡിലൊന്നും എനിക്കെടുക്കാൻ പറ്റുന്നില്ല. റിവേഴ്സ് എടുക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പോൾ കണ്ടു. അങ്ങനെ പിള്ളേരെ രണ്ടാളെയും കുളിപ്പിച്ചകത്ത് കയറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ലിനിയ കുട്ടി കേട്ടോ. ലിനിയ ഫിയറ്റിൻ്റെ വണ്ടിയാണ്. അപ്പോൾ 11 മോഡലാണ്. അപ്പോൾ ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. പുതിയ വണ്ടി എടുത്തുകൊണ്ട് 2 വണ്ടീൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴയ വണ്ടി നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഇൻറ്റീരിയറൊക്കെ വേണമെങ്കിലൊന്ന് കാണാം. ഉള്ളിലൊക്കെ ക്ലീനാണ്. എല്ലാ വർഷവും ഇൻറ്റീരിയർ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ മാത്രം ഓടിച്ച് നടക്കുന്ന വണ്ടിയാണ്. അധികം ഡ്രൈവർമാർ ലോങ് റൂട്ടിലൊക്കെ വല്ലപ്പോഴും പോകുമ്പോൾ മാത്രമേ ഡ്രൈവർമാരെ വിളിക്കാറുള്ളൂ. സാധാരണയായിട്ട് ഞാൻ മാത്രം ഓടിച്ച് നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് കേട്ടോ.
അപ്പോൾ നല്ല വണ്ടിയാണ്. ഒരുപാട് എന്താ പറയുക, കാശ് മുടക്കി ഞാനൊക്കെ സസ്പെൻഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി, എല്ലാം ഏകദേശം ഉണങ്ങിപ്പോയിരുന്നു. ഇനി അവിടെ നിന്ന് എല്ലാത്തിനെയും ഒന്ന് ജീവൻ വെപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ കുറേ എണ്ണം പ്രോപ്പഗേറ്റ് ചെയ്യാനൊക്കെ വെച്ചു. കുറച്ച് കാലമായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെടികളൊക്കെ നശിച്ചു പോയി. കുറേ വിലയുള്ള ചെടികളൊക്കെ നശിച്ചു പോയി. അപ്പോൾ എല്ലാത്തിനെയും ഇപ്പം ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരികയാണ്. എൻ്റെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ പോയി. അപ്പോൾ രണ്ടാമത് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. കാരണം ശരിയാവുന്നേ ഉള്ളൂ. അതുപോലെ കോളിയസ് പ്ലാന്റ്സ് 100ഓളം വെറൈറ്റി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 10-15 വെറൈറ്റി ആയിട്ട് ചുരുങ്ങി. അങ്ങനെ കുറേ സംഗതികൾ നശിച്ചുപോയി. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പറ്റായിട്ടാണ് ശ്രദ്ധിക്കാൻ. ഇവിടെ കുറച്ച് പയറും അങ്ങനെയുള്ള കുറച്ച് കൃഷിത്തരങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. മാറി മാറി ഞാനിങ്ങനെ വയ്ക്കുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കും ഇടയ്ക്ക്. എന്നിട്ട് അകത്തുള്ളതിനെ പുറത്താക്കും, പുറത്തുള്ളതിനെ അകത്തേക്ക് എടുത്ത് വയ്ക്കും. അങ്ങനെ ഇവിടെ കുറച്ച് കൃഷിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. പച്ചമുളക്, വഴുതന അങ്ങനെയൊക്കെയുള്ള കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. ഇപ്പൊക്കെ വള്ളിയിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്കാം, മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് കായാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കായ പിടിച്ച് തുടങ്ങും. പക്ഷികൾക്ക് വെള്ളം വയ്ക്കാറുണ്ട്, പക്ഷേ പക്ഷികൾ വരുന്നില്ല. ഇന്നൊരു കാക്ക വന്നു. കാക്ക പക്ഷേ ഞങ്ങൾ ക്യാമറ എടുത്തപ്പോഴേക്ക് ഓടിപ്പോയി. റോസാപ്പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. റോസുകളൊക്കെ കുറേ എണ്ണം നശിച്ചു പോയി. ഇപ്പോൾ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെയൊക്കെ വാങ്ങി വെക്കണം എന്നുണ്ട്. അപ്പോൾ ഈ റോസാപ്പൂക്കളൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ളതിനെയൊക്കെ ഇങ്ങനെ ഉണർത്തി കൊണ്ടുവരികയാണ് വളമൊക്കെ ഇട്ടിട്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് ഈ ക്രോട്ടൺ മാത്രമാണ് കേട്ടോ. ക്രോട്ടൺ പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോവില്ല. ഉണങ്ങിയാലും പിന്നെ അത് തെഴുത്ത് ശരിയായി വരും. ആർക്കും സുഖമായിട്ട് വളർത്താൻ പറ്റുന്നൊരു സാധനമാണ് ക്രോട്ടണും. അതുപോലെ മണി പ്ലാന്റ്, പിന്നെ അതുപോലെ സിങ്കോണിയം, ഇങ്ങനെയുള്ളൊക്കെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടികളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ക്രോട്ടൺ ചെടികൾ നോക്കൂ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ എന്താ പറയുക, ഇത് മാത്രമാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു താമരക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് അഗ്നികോണിലായിപ്പോയി. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അഗ്നികോണിൽ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അഗ്നികോണിൽ ജലം പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റണമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെടികളുടെ ഒരു അവസ്ഥ. കുറച്ച് ചെടികളും കൂടെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിക്കൊണ്ടാട്ടവും അതുപോലെ കൊണ്ടാട്ടമുളകും ഒക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. 2 ദിവസം മതി ഇതൊക്കെ ഉണങ്ങിയെടുക്കാൻ. അപ്പോൾ ഈ വെയിലിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അരിക്കൊണ്ടാട്ടം, ഇനി കപ്പയുടെ കൊണ്ടാട്ടം ഉണ്ടാക്കാനുണ്ട്. കപ്പയുടെ പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇനി എൻ്റെ താമരക്കുളവും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. താമരക്കുളത്തിൽ കുറേ ഗപ്പികളുണ്ട് കേട്ടോ. കുറച്ച് 2-3 എണ്ണത്തിനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പെരുകി ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഓടിക്കളിക്കണ കാണാൻ നല്ല രസമാണ്. നമ്മളെ കാണുമ്പോൾ പുറത്തേക്ക് വരും. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഇലയുടെ ചോട്ടിൽ പോയിരിക്കും. വെള്ളത്തിൽ ഏറ്റവും അടിയിൽ പോയിരിക്കും. ഇപ്പോൾ വയലിൽ ചളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ താഴെ പോയി നിൽക്കുന്ന കാണാം. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ വലയിട്ട് മൂടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു സ്വാമിനിയമ്മ ഉണ്ടായിരുന്നു. ആ സ്വാമിനിയമ്മ തന്ന വിത്തുകളാണ്, താമര വിത്തുകളാണ് ഞാൻ കിളിർപ്പിച്ചിട്ട് വലുതാക്കിയത്. ഇത്രയും ദിവസം ബേസിനിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കുളത്തിലേക്ക് മാറ്റി വെച്ചത്. നന്നായിട്ട് വരുന്നുണ്ട്. ഗപ്പികളെയൊന്നും കാണാനില്ല. ചൂടുകൊണ്ടായിരിക്കും ഒക്കെ താഴെ പോയിട്ടുണ്ടാവും. നല്ല ഉച്ചയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ താമരക്കുളം കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മറത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. സിറ്റ് ഔട്ടിന് മുമ്പിലുള്ള ചെടികളാണ്. അതൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഒക്കെ ഇപ്പോൾ നാശമായിട്ടുണ്ട്.
പഴയ ഇലകൾ മാത്രം ഞാൻ എടുത്ത് കളയാറുണ്ട്, അത്രയേ ഉള്ളൂ. അതിനെ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് നേരെയാക്കിയൊക്കെ വെക്കാനുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ നമ്മൾ 2-3 ചെടികൾ വെച്ചിട്ടുണ്ട്. എല്ലാം മണി പ്ലാന്റ്സും ഫിലോഡെൻഡ്രോൺസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ ഫിലോഡെൻഡ്രോൺസും, അതുപോലെ എന്താ പറയുക മണി പ്ലാന്റ്സും ഒക്കെ. പിന്നെ സാൽസവേരിയ, ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണല്ലോ. നല്ല നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ സിറ്റ് ഔട്ടിൽ എൻ്റെ ടീ പോയിൻ്റെ മുകളിലുണ്ട് ചെടി, എവിടെ നോക്കിയാലും ചെടിയാണ്. പിന്നെ അതുപോലെ കോണി കയറുന്ന സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെടി ഉണ്ടാവും. എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് ഈ ചെടികൾ കാണുമ്പോൾ. സിറ്റ് ഔട്ടിലുള്ള ചെടികൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കലാത്തിയയും കൂടെ ഉണ്ട്. ഈ കലാത്തിയയ്ക്ക് ഒട്ടും ചൂട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇലകളൊക്കെ വിരിഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അകത്തേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് റൂമിൽ ഞാനിങ്ങനെ ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറും കേട്ടോ. ഞാനിങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ മാറ്റി വയ്ക്കും ചെടികൾ. കാരണം അതിന് വെയിൽ കൊള്ളണമല്ലോ, അത്യാവശ്യം വെളിച്ചം നന്നായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് വേറെ ചെടി എടുത്തിട്ട് ഉള്ളിൽ വയ്ക്കും. അങ്ങനെ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ കുറച്ച് മണി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറ്റും. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളിതിനെ പുറത്തേക്ക് വെച്ചിട്ട് പുതിയ മണി പ്ലാന്റ്സ് എടുത്തിട്ട് ഉള്ളിൽ വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാം. ചട്ടിയിലിങ്ങനെ പിടിപ്പിച്ച് വയ്ക്കും മണി പ്ലാന്റ്സ്, എന്നിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക ചെയ്യുക. ഈ പോട്ടിലേക്ക്, ഔട്ടർ പോട്ടിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അവയ്ക്ക് നല്ല എന്താ പറയുക ആരോഗ്യം ഉണ്ടാവും. നമുക്ക് വളമൊക്കെ ചെയ്തിട്ട് പുറത്ത് വെക്കാം കുറച്ച് ദിവസം. അങ്ങനെ പിന്നെ ഇത് അടുക്കളയിലാണ് കേട്ടോ. കിച്ചണിൽ ഒരു ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി, അപ്പോൾ അതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇത് വർക്ക് ഏരിയയിലുള്ള ചെടിയാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ഒന്നൊന്നും ആയിരിക്കില്ല. ഇത് കിച്ചണിലാണ് കേട്ടോ, കിച്ചണിലെ ചെടിയാണ്. ഇത് വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറേ കാലമായി കേട്ടോ. ഇതിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഇതൊന്നും അങ്ങനെ പോയില്ല. ലക്കി ബാമ്പു അല്ലേ, ഒരുപാട് കാലം നിൽക്കും. അതുപോലെ തന്നെ ഈ മണി പ്ലാന്റ്സും ഒക്കെ വളരെ കാലമായതാണ് കേട്ടോ. മാറ്റി വെച്ചിട്ടില്ല, കാരണം ജനലിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ലൈറ്റ് കിട്ടും. ഈ മണി പ്ലാന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ വെളിച്ചധികം ഉണ്ടാവില്ല ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് മാറ്റിയിട്ട് വെക്കും. ജനലിൻ്റെ മുകളിലുള്ള ചെടികളൊന്നും മാറ്റാറില്ല. അത് ഒരു വർഷം വരെ അങ്ങനെ ഇരുന്നോളും. ഇതും മാറ്റാറില്ല കേട്ടോ. ഈ ചെടികളും മാറ്റാറില്ല. എൻ്റെ ലാപ്ടോപ്പ് വയ്ക്കുന്ന ടേബിളിൻ്റെ മുകളിലാണുള്ളത്. അതൊരു വർഷത്തിലൊരിക്കലൊക്കെ മാറ്റുള്ളൂ. ഇതും അതെ, നമ്മൾ ഒരു വർഷമൊക്കെ അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഒരു വർഷത്തിലധികമായി ഇങ്ങനെ ഇരിക്കുന്നു. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെളിച്ചം തട്ടുമല്ലോ, വെളിച്ചം കിട്ടിയാൽ മതി. ഇതും അതെ, കുറേ ആയതാണ്. പക്ഷേ ഇതിന് ഗ്രോത്ത് കുറവാണ്, വളം കൊടുത്തത് കുറവായിരുന്നു ഈ 2 ചെടികൾക്കും. ഇതും ജനലിൻ്റെ അടുത്താണുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിലുള്ള ജനലിൻ്റെ അടുത്താണുള്ളത്. ഇതിൽ വളം കൊടുത്തത് കുറവായിട്ടാണ്, ഇതിന് ഗ്രോത്ത് കുറവ്. അപ്പം നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാം. ഇത് ഒരു ബെഡ്റൂമിലെ ജനലിൻ്റെ മുകളിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചെടിയും കൂടെയുള്ളൂ കേട്ടോ. നമ്മുടെ എന്താ പറയുക കീ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.